നമ്മുടെ രാജ്യത്തിന്റെ രോമത്തിൽ തൊടാൻ പോലും ഇന്നലെ വിരിഞ്ഞിറങ്ങിയ നിന്നെ പോലുള്ള പാറ്റകൾ കൊണ്ടാകുമെന്ന വ്യാമോഹം മനസ്സിൽ പോലും ഉണ്ടാകരുത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു പാറ്റ ജനതാ പാർട്ടി, CJP, ക്രോക്രോച്ച് ജനതാ പാർട്ടി, അതിന്റെ ചൊറിച്ചിൽ കൊണ്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ ചില എംബോക്കി മാധ്യമങ്ങൾക്ക് ഇതിലെന്തോ വലിയ നിധി കിട്ടിയ മട്ടാണ്. മുൻ പേജിൽ തന്നെ വാർത്തയും കൊടുത്ത ഈ പൊട്ടിമുളച്ച പാറ്റകളെ വലിയ സംഭവമാക്കി മാറ്റാനാണ് യവന്മാരുടെ നെട്ടോട്ടം. ജെൻസി പിള്ളേർ തെരുവിലിറങ്ങണമെന്നൊക്കെ പറഞ്ഞ് കൊലവിളി നടത്തുകയാണ്. ഊളകളെ, നിനക്കൊക്കെ കലാപം ഉണ്ടാക്കാൻ ഇവിടെ വേറെ ആളെ കിട്ടിയില്ലേ? പിന്നെ മെയിൻ സ്ട്രീം മാധ്യമ ശിഖണ്ഡികൾ ഒരു പടി കടന്നാണ് കളിക്കുന്നത്. ഏതോ ഒരുത്തനെ പിടിച്ചിരുത്തി ഇത് അടുത്ത വലിയ ഏതോ ഒരു സംഭവമാണെന്ന് വരുത്തി തീർക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഒറ്റ കാര്യമാണ്. 3-4 ദിവസം കൊണ്ട് എവിടെ നിന്നോ പൊട്ടിമുളച്ച ഒരു ആൾക്കൂട്ടത്തെ ഇത്രയും വലിയ സംഭവമായി കാണാൻ മാത്രം ബോധവും വിവരവും ഇല്ലാത്ത ആൾക്കാരാണോ നമ്മുടെ നാട്ടിലുള്ളത്? 3 ദിവസം മാത്രം പ്രായമുള്ള ഈ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് എത്ര നിഷ്കളങ്കമാണെന്ന് വിശ്വസിക്കാൻ മലയാളികൾക്ക് തലച്ചോറിന് പകരം കളിമണ്ണൊന്നുമല്ല. അയൽരാജ്യങ്ങളായ ബംഗ്ലാദേശിലും നേപ്പാളിലുമൊക്കെ ജെൻസിയുടെ പേരിൽ നടന്ന ചോരപ്പുഴകൾ നമ്മൾ കണ്ടതാണ്. അതേപോലെ ഒന്നും ഇവിടെ ഉണ്ടാക്കാനാണോ ഈ മരപ്പൊട്ടന്മാരുടെ പ്ലാൻ? വളരെ ഗൗരവമായി തന്നെ നമ്മൾ ഇതിനെ കാണണം. ഈ പാറ്റ ജനതാ പാർട്ടി നേരെ വെല്ലുവിളിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറിയെ സുപ്രീം കോടതി ജഡ്ജിമാരെയാണ്. ഇവന്റെയൊക്കെ അച്ഛന്റെ വകയാണോ ഈ നാട്? പിന്നെ യുവമാരുടെ മെയിൻ തള്ളു കേൾക്കണോ? ഈ പാറ്റ ജനതാ പാർട്ടി രാജ്യത്തെ മുഴുവൻ ജെൻസികളെയും പ്രതിനിധീകരിക്കുന്നത് പോലെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ചില വിവരദോഷികളും കിടന്ന് കുരയ്ക്കുന്നത്. ലേശം ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? രാജ്യത്തെ ജെൻസിയുടെ വെറും 10% പോലും വരാത്ത കുറച്ചു പേരുണ്ടാക്കിയ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നിലവാരമേ ഇതിനൊക്കെ ഉള്ളൂ. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ മറികടന്നു 18 മില്യൺ ആയെന്നൊക്കെയാണ് യുവമാർ കടന്ന് തൊണ്ട പൊട്ടി അലറുന്നത്. ഉളുപ്പില്ലാത്തവരെ മാധ്യമങ്ങൾ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ കണക്ക് പറയാറുണ്ടോ? BJP 8.9 ലക്ഷം ഫോളോവേഴ്സ്, പിന്നെ കോൺഗ്രസ് ആണെങ്കിൽ 13.5 ലക്ഷം ഫോളോവേഴ്സ്. പാറ്റ പാർട്ടി BJP കടത്തി വെട്ടിയെന്ന് പറയുന്ന അതേ നാക്കുകൊണ്ട് രാജ്യത്തിന്റെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് അവർ പറയുന്നില്ല. പോരാത്തതിന് ഈ രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രിയുണ്ട്, നരേന്ദ്രമോദി. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് 10 കോടി കടന്നാണ് നിൽക്കുന്നത്. പിന്നെ ഈ പാറ്റ പാർട്ടിയുടെ ഫോളോവേഴ്സ് ലിസ്റ്റ് ഒന്ന് തുറന്നു നോക്ക്. അതിൽ മുഴുവനും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും അമേരിക്കക്കാരും പിന്നെ ഗൾഫിലിരുന്ന് ചൊറിയുന്ന കുറച്ച് പേരുമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പാകിസ്ഥാനെ ബംഗ്ലാദേശിന്റെ മാത്രം ജനസംഖ്യ എടുത്താൽ അത് 40 കോടിക്ക് മുകളിലാണ്. അവിടുത്തെ ഫേക്ക് ബോട്ടുകളെ വെച്ച് ഫോളോവേഴ്സിനെ കൂട്ടിയിട്ട് ഇന്ത്യയിലെ പിള്ളേരാണെന്ന് പറയാൻ നല്ല തൊലിക്കെട്ടി തന്നെ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാറ്റ പാർട്ടി എന്ന് പറയുന്നത് വിദേശത്ത് ജനിച്ച ഒരു തന്തയില്ലാത്ത ഏർപ്പാടാണ്. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാൻ വിദേശത്ത് വെച്ച് ബോധപൂർവം പ്ലാൻ ചെയ്ത ഒരു സെറ്റപ്പാണിത്. പിന്നെ ഇതിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയവൻ അമേരിക്കയിലാണ് താമസം. അവൻ പണ്ട് അരവിന്ദ് കെജ്രിവാളിനൊപ്പം ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വിങ്ങിൽ പണിയെടുത്തവനാണ്. നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും പോലെ യുവാക്കളോട് തെരുവിലിറങ്ങി കലാപം ഉണ്ടാക്കാൻ ഈ അടുത്ത കാലത്ത് ആഹ്വാനം ചെയ്ത അതേ കെജ്രിവാളല്ലേ ഇത്? അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്തിന് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലേക്ക് വരാം. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ താൻ ജയിച്ച കേരളത്തിലും തമിഴ്നാട്ടിലും തിരഞ്ഞെടുപ്പ് വളരെ സൂപ്പറാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ താൻ 8 നിലയിൽ പൊട്ടിയ ആസാമിലെയും ബംഗാളിലെയും തിരഞ്ഞെടുപ്പുകൾ പെട്ടെന്ന് തട്ടിപ്പായി. നമ്മുടെ രാജ്യം തകർക്കുക എന്നതല്ലാതെ വേറെ എന്ത് അജണ്ടയാണ് ഇവർക്കുള്ളത്? ആഗോള ശതകോടീശ്വരന്മാരും ചില വിദേശ രാജ്യങ്ങളും ഇന്ത്യയെ തകർക്കാൻ 24 മണിക്കൂറും പണിയെടുക്കുകയാണ്. ഈ പാറ്റ പാർട്ടി ഓടുന്നത് മൊത്തം അവരുടെ കാശിലാണെന്നത് ഉറപ്പാണ്. ഇത് ബംഗ്ലാദേശുമല്ല, നേപ്പാളുമല്ല, ഇത് ഇന്ത്യയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സൈനിക സംവിധാനമുള്ള കരുത്തുറ്റ ഒരു ഭരണകക്ഷിയുള്ള രാജ്യം. നമ്മുടെ രാജ്യത്തിന്റെ രോമത്തിൽ തൊടാൻ പോലും ഇന്നലെ വിരിഞ്ഞിറങ്ങിയ നിന്നെ പോലുള്ള പാറ്റകൾ കൊണ്ടാകുമെന്ന വ്യാമോഹം മനസ്സിൽ പോലും ഉണ്ടാകരുത്. അടങ്ങിയിരുന്നാൽ നിനക്കൊക്കെ കൊള്ളാം, അല്ലെങ്കിൽ എടുത്തോണ്ട് പോകാൻ പോലും ഇവിടെ ആളുണ്ടാകില്ല. മനസ്സിലായോടാ പാറ്റകളെ?